ആദ്യക്കൂടെ അച്ഛനെ ഏൽപ്പിച്ച് ഞാനും അമ്മ കൂടി ധൃതി പിടിച്ച് പോകുന്നത് പാല് വാങ്ങിക്കാൻ കേട്ടോ. നിങ്ങൾ സേഫി താത്ത ഞങ്ങൾ അയൽവാസി കൂടി ആയിരുന്നേ. അപ്പോൾ അവർ വീട് മാറി വേറെ സ്ഥലത്തട്ടപ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. പഴയ ഒരു തറവാടിൻ്റെ ലുക്കാണ്. അപ്പോൾ അവിടെ പോയി ഒരുപാട് കൊച്ചുവർത്തനം പറഞ്ഞിരിക്കും കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ട് സേഫി താത്ത നേരെ അകത്തേക്ക് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഉച്ചകത്തുള്ള പണീൻ്റെ തിരക്കില്ല കേട്ടോ. ഇത് സോനാപ്പപ്പടിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയുടെ പരിപാടിയാണ്. നല്ല പച്ചക്കറിയും ചെമ്മീൻ മുളകിട്ടും അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അച്ഛൻ നല്ല പൂളയും കൊണ്ട് വന്നിട്ടുണ്ട്. പൂള നമ്മളെ തൊടിയിലുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു തണ്ടുമ്മല ഒരുപാട് പൂള ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പിഴുത് എടുക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കായിരുന്നു. കാരണം അച്ഛനത് കിട്ടിയപ്പോഴത്തേക്ക് പീസ് ആക്കിയിട്ട് ആ വീട്ടിലേക്ക് എത്തിച്ചു കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. നമുക്കിന്ന് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല മുറ്റത്തിൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 3 വിസലിൽ വേവിച്ചങ്ങെടുത്തു. അതിലേക്ക് നല്ല കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളും കൂടി ചതച്ച് തന്നിട്ട്, കാരണം ഗ്യാസാണ് പൂളയുടെ കാര്യമല്ലേ. അപ്പോൾ അത് നേരെ വറവ് പൂളയിലേക്ക് ഇട്ട് നന്നായിട്ട് ഉടച്ചങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണിക്കാർ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണിക്കാർക്ക് ചായയും നല്ല കേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് അമ്മക്കുട്ടിക്ക് ഒരുപാട് അബാക്കസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കരാട്ടൻ്റെ പ്രാക്ടീസും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ആദ്യക്കുട്ടിനും കൂടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ ടാറ്റാ ബൈ ബൈ, സീ യു.